അപ്പോൾ മച്ചന്മാരെ നേരെ വീഡിയോയിലോട്ട് പോകട്ടോ. മലയാളത്തിലെ രാജമൗലിയായ ശാന്തിവിള വീഡിയോസാണെന്ന് റിയാക്ട് ചെയ്യുന്നത്. ലഹരി സിനിമയിലൊന്നും ഇന്നലെയൊന്നും അല്ല കേട്ടോ അനി, അത് വെറും തെറ്റിദ്ധാരണയാണ്. പക്ഷേ ലഹരി ഉപയോഗിച്ചിരുന്നവരൊക്കെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് സിനിമയ്ക്കായിരുന്നു. നല്ല സിനിമയുണ്ടാവും, ഉദാത്തമായ സിനിമ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുകയും സിനിമയ്ക്ക് ശേഷം ലഹരിയും പെണ്ണുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഇവരെങ്ങനെയെന്ന് വെച്ചാൽ ഇവർ സംവിധായകരായാലും നിർമ്മാതാക്കളായാലും ടെക്നീഷ്യന്മാരായാലും എല്ലാവരും ഈ നടീനടന്മാരായാലും എല്ലാം ലഹരി കഴിഞ്ഞ് മതി സിനിമ, സമയമുണ്ടെങ്കിൽ സിനിമ എടുത്താൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് പോയി. അതാണിപ്പോൾ ഈ മലയാള സിനിമയ്ക്ക് സംഭവിച്ച ഒരു അപജയമെന്ന് പറയാം. അല്ല, ലഹരി ഇന്നോ ഇന്നലെ തുടങ്ങിയൊന്നുമല്ല, ലഹരി പല തലത്തിലായിരുന്നു. സംഭവം ഈ അഴുക്കപ്പയലിനെ നാട്ടുകാർക്ക് ആർക്കും ഇഷ്ടമല്ലെങ്കിലും ഈ പറഞ്ഞ കാര്യം പോയിൻ്റാണ്. ഇയാൾ പിന്നെ സത്യം മാത്രമേ പറയുള്ളൂ. പിന്നെ ഇന്നൊന്നും തുടങ്ങിയതല്ല മലയാള സിനിമയിൽ ലഹരി ഉപയോഗം. അതായത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ലഹരിയുടെ ഇത് മാറിക്കൊണ്ടിരിക്കും. അത് വന്ന് ഇപ്പോൾ ഈ സിന്തറ്റിക് ലഹരിയിലേക്ക്, കാരണം നസീർ സാർ പോലും അവസാന കാലഘട്ടത്തിലെ ഒരു 10-15 പടത്തിലാണ് 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങിയത്. ഇപ്പോൾ ഒരു ഇതാണ് പറഞ്ഞത്, അണ്ണന് ചില സമയത്ത് അണ്ണൻ്റെ കിളി പോവും. സിനിമയിലെ പ്രതിഫലവും ഡ്രഗ്സും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എത്ര ഉദാഹരണങ്ങൾ. ഇവിടെയുള്ള സൂപ്പർ താരങ്ങളെല്ലാം ഇത്ര എമൗണ്ട് വാങ്ങുന്നത് ഡ്രഗ്സ് യൂസ് ചെയ്യാനാണോ? അല്ലല്ല. സിനിമ കഴിഞ്ഞാൽ 1 കോടി രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ അമിതമായി കാശ് വന്ന് കയറുമ്പോൾ അവർ അത്രയും കാശ് ചിലവാക്കാനുള്ള വഴികൾ തേടും. അപ്പോൾ അവർ അതിന് പറ്റിയ ലഹരികളിലേക്ക് ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിച്ച് ഒട്ടിച്ചും വലിച്ചുമൊക്കെ തീർക്കും. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറെയോ ഒരു സംവിധായകനോ കണ്ടിട്ടല്ല ഒരാൾ ഇന്ന പടം പോയി കാണുന്നത്. അതായത് അതിലഭിനയിക്കുന്ന ഒരു നടനെ കണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ നടൻ്റെ ഒരു മാർക്കറ്റുണ്ട്, ആ മാർക്കറ്റിനനുസരിച്ചുള്ള പൈസ നമ്മൾ കൊടുക്കണം. അതിപ്പോൾ ഒരു സ്ഥലം വാങ്ങാനായാലും ഒരു വീട് വയ്ക്കാനാണായാലും ഒരു മാർക്കറ്റ് വരെയുണ്ട്, അത് നമ്മൾ നൽകണം. ഇപ്പോൾ സിനിമ സെറ്റിൽ പരാതി കൊടുത്തിട്ടില്ല, അതായത് ICCക്ക് പരാതി കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഫിലിം ചേംബറിനാണ് പരാതി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഫിലിം ചേംബറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഫിലിം ചേംബറുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് ഇത് ചോദിക്കുമ്പോൾ ഇത് വിരളമായിട്ട് നടക്കുന്ന സംഭവങ്ങളാണെന്നുള്ള തരത്തിലാണ് അവർ പ്രതികരിക്കുന്നത്. ഈ സംഘടനകളും ഇത്തരം ഉപയോഗത്തിന് വഴിവെച്ച് കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഈ ലഹരി ഉപയോഗിക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കുഞ്ചാക്കോ ബോബനെ എനിക്ക് ശത്രുതയുണ്ടെന്ന് വെച്ചു, എനിക്ക് പറയാൻ പറ്റുമോ കുഞ്ചാക്കോ ബോബൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന്? ദുൽഖറിനെ പറയാൻ പറ്റുമോ? പ്രണവ് മോഹൻലാലിനെ പറയാൻ പറ്റുമോ? അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മൾ പേരെടുത്ത് പറയാൻ മോശമാണ് അങ്ങനെ പറയുന്നത്, ഒരുപാട് പേരുണ്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരുപാട് പുതിയ ചെറുപ്പക്കാരുണ്ട് ലഹരി ഉപയോഗിക്കാത്ത. ലഹരി ഉപയോഗിക്കുന്ന 2-3 കൂതറകളേ ഉള്ളൂ, 3-4 ഉള്ളൂ. അവന്മാരും ഈ നിക്കറിട്ട് കിടക്കുന്ന കുറേ സംവിധായകന്മാരും കൂടെ ചേർന്ന് സിനിമയെ നശിപ്പിക്കുന്നതാണ്. അല്ലാതെ ഈ ചേംബർ അങ്ങനെ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നവരൊന്നുമില്ല. ചേംബറാണ് ആദ്യമായിട്ട് പറഞ്ഞത് സെറ്റുകളിൽ ഷാഡോ പോലീസിനെയൊക്കെ വിനിയോഗിക്കണമെന്ന്. അന്ന് സിനിമയാണ് ലഹരി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ് ബി ഉണ്ണികൃഷ്ണൻ. വേറെ ലഹരിയൊന്നുമില്ല. സിനിമാ രംഗത്തുള്ളവർ തന്നെ അതിന് മുൻകൈ എടുക്കണം. മാത്രമല്ല ഈ ലഹരിയെ ഗ്ലാമർ ചെയ്യണത് അതാദ്യം ഒഴിവാക്കണം. പറ്റില്ല, കാരണം ഈ സിനിമാക്കാർ തന്നെയാണ് ഈ ലഹരിയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണത്. ഉദാഹരണം എത്ര സിനിമകൾ ഇതിൽ അവർ ഡയറക്റ്റായിട്ടും ലഹരിയെ സപ്പോർട്ട് ചെയ്യണം. അവർ താരസംഘടന അമ്മയ്ക്ക് ഇതിലെന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അമ്മയ്ക്കും പറ്റില്ല, അച്ഛനും പറ്റില്ല. ഒന്നാമത് ഇവരാരും അമ്മയിൽ മെമ്പറൊന്നുമല്ല. അല്ല, ഷൈൻ ടോം ചാക്കോ അമ്മയിൽ മെമ്പർ. ഇപ്പോൾ അവസാനമാണ് കൊടുക്കണ്ട എന്ന് ഒരുപാട് ആലോചനയോട് ചർച്ചകൾക്ക് ശേഷമാണ് കൊടുത്തത്. ഷൈൻ ടോം ചാക്കോയ്ക്ക് അമ്മയിൽ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മ വിചാരിച്ചാലൊന്നും. ഇത് ചെയ്യാവുന്ന 2-3 കാര്യങ്ങളുണ്ട്. കൂടെ അഭിനയിക്കുന്നവർ പറയണം, ഇയാളെ ഭയങ്കര സ്മെല്ല് കേട്ടോ, ഇയാളുടെ കൂടെ ഞാൻ അഭിനയിക്കില്ല എന്ന് ഈ പെൺകുട്ടി പോലും അന്ന് പറയണമായിരുന്നു. ഈ വാക്യത്തു നിന്ന് വെളുത്ത പൊടി പുറത്തേക്ക് വന്ന അന്ന് പറയണേ, ഇയാളോട് ഇന്ന് അഭിനയിക്കാൻ നോക്കില്ല, ഇത് കംപ്ലയിൻറ്റ് ഇൻറ്റേർണൽ കമ്മിറ്റിയിൽ ഞാൻ പരാതി കൊടുക്കുകയാണ്. ഇൻറ്റേർണൽ കമ്മിറ്റി ഉണ്ടെങ്കിൽ പരാതി കൊടുത്തിട്ട് അന്ന് അതിന് കല്ലെന്തെങ്കിലും തിരിക്കണമായിരുന്നു. ഇത് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു പള്ളിയിലെ പ്രഭാഷണത്തിന് ചെന്ന് നിന്നിട്ടേ 10 ആളുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടി അവിടെ ചെന്ന് നിന്നല്ല പറയാനുള്ളത്. ഞാൻ അഭിനയിച്ച ഒരു സെറ്റിൽ ഒരു നടൻ്റെ വായിൽ നിന്ന് വെള്ളപ്പൊടി വന്നു മാസങ്ങൾ കഴിഞ്ഞല്ല പറയാം. ഇതൊക്കെ കറണ്ടായിട്ട് അപ്പോൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരു പരിഹാരം കാണുമെന്ന് എനിക്ക് തോന്നില്ല.
ഇപ്പോൾ നടി ഇപ്പോൾ ഒരു മാസത്തിന് ശേഷമാണ് പറഞ്ഞതെങ്കിലും ധീരമായിട്ടുള്ളൊരു നിലപാട് തന്നെയാണല്ലോ നടി എടുത്തിട്ടുള്ളത്. ലഹരി ഉപയോഗിക്കുന്ന നടന്മാരുടെ കൂടെ അഭിനയിക്കില്ല, അല്ലെങ്കിൽ താരങ്ങളുടെ കൂടെ അഭിനയിക്കില്ല എന്നുള്ളത്. അങ്ങനെ മറ്റു താരങ്ങളും ഇങ്ങനെ നിലപാടെടുക്കുകയാണെങ്കിൽ ഈ സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗം കുറയുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. പക്ഷേ ആ നടി അന്നായിരുന്നു നിലപാടെടുക്കേണ്ടിരുന്നത്. ഇയാളൂടെ ഇനി അഭിനയിക്കില്ല എന്ന് പറയണമായിരുന്നു. അപ്പോൾ പറഞ്ഞു ഡയറക്ടർ അവനെ വരട്ടിയതുകൊണ്ട് ഞാൻ ബാക്കി അഭിനയിച്ചു. അതല്ലല്ലോ എക്സ്ക്യൂസ്. എന്നാലും അതായത് സിനിമ തന്നെയല്ല, അത് ഏതൊരു തൊഴിൽ മേഖലയായാലും ഇപ്പോൾ നമ്മളപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾ ഒരു ഡ്രഗ്സോ അതോ നമ്മളോട് അപമര്യാദ പെരുമാറിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ പ്രതികരിക്കണം. അതല്ലാതെ ഒരു മാസമോ 2 മാസവും കഴിഞ്ഞിട്ട് അത് വേറെ ഒരിടത്ത് പോയി പ്രതികരിക്കേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല. അത് ആ സ്പോട്ടിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതിനെല്ലാത്തിനും ഒരു വാല്യൂ ഉണ്ടായേനെ. എന്താ പറയുക, ഇതുപോലെ 10 പേര് തുറന്ന് പറഞ്ഞാൽ ഇവൻ്റെ കൂടെ അഭിനയിക്കാൻ ഒരു പെണ്ണിനെ കിട്ടില്ല, അല്ലെങ്കിൽ കൂടെ അഭിനയിക്കാൻ സഹനടന്മാരെ നടിമാരെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കച്ചവടം പൂട്ടും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എവിടെ എന്നറിയോ, ഈ ഇഷ്യൂവിൽ എനിക്ക് തോന്നുന്നത് ഇതിൽ നഷ്ടം വരുന്നത് വിൻസി അലോഷ്യസിന് മാത്രമായിരിക്കും. കാരണം ഇനി വലിയ കുടിയുള്ള ഒരുത്തൻ്റെ ഈ സെറ്റിലേക്ക് ഈ കുട്ടിയെ വിളിക്കില്ല. നല്ല നടിയാണ് അവർ, സംസ്ഥാന അവാർഡൊക്കെ വാങ്ങിച്ച പെൺകുട്ടിയാണ്. അവർക്ക് മാത്രമേ ഇതിൽ നഷ്ടം വരുള്ളൂ എന്നാണ് ഈ തുറന്ന് പറച്ചിലിൽ ആകെ ഉണ്ടാകാവുന്ന. ഷൈൻ ടോം ചാക്കോയ്ക്കൊന്നും ഒരു നഷ്ടം വരില്ല. കാരണം അയാളെപ്പറ്റി പറയുന്നത് ഒരു പടം ഓടിയാൽ അടുത്ത പടത്തിന് കോടികൾ ചോദിക്കുന്ന ആളല്ല, പൈസയ്ക്ക് വേണ്ടി വാശി പിടിക്കുന്ന ആളല്ല, സെറ്റിൽ കൃത്യസമയത്ത് വരുന്ന ആളാണ്, സെറ്റിൽ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന ആളാണ്, നന്നായിട്ട് അഭിനയിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അയാൾ ആകെ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ മാത്രമാണ് ഈ ചളകൊള വർത്താനമൊക്കെ പറഞ്ഞ് മോശമാക്കണേ. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് നഷ്ടം വരാൻ സാധ്യതയില്ല. അയാളെ ആവശ്യമുണ്ട് മലയാള സിനിമയ്ക്ക്. കാരണം കുറുപ്പ് പോലുള്ള ഒരു പടത്തിൽ ദുൽഖറിനേക്കാളും മനോഹരമായിട്ട് അഭിനയിച്ച അയാളല്ലേ. അപ്പോൾ അയാളെ ആവശ്യമുള്ളതുകൊണ്ട് അയാൾ ഉപയോഗിക്കും. പക്ഷേ നഷ്ടം എനിക്ക് തോന്നുന്നു വിൻസിമാർക്കായിരിക്കും. ഈ തുറന്ന് പറച്ചിൽ കൊണ്ട് ആകെ സംഭവിക്കാവുന്നത് അവരെ പോലുള്ള അയ്യോ നമ്മളെ സെറ്റിൽ വിളിച്ചു വരുത്തി ഒരു പടത്തിൽ അഭിനയിപ്പിച്ചാൽ 10 ദിവസം കഴിയുമ്പോൾ അവൾ നമ്മളെപ്പറ്റി വല്ലതൊക്കെ പറയും എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്താൻ സാധ്യതകളാണ്. സിനിമാ രംഗത്തുള്ളവർ കൂടുതൽ ഉത്തരവാദിത്തത്തോട് പെരുമാറാൻ നിൽക്കണം. അതായത് ഇനി വരുന്ന സിനിമകളിലെങ്കിലും പരമാവധി ലഹരിയെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക, അതായത് ഗ്ലാമർ വൽക്കരിക്കാതിരിക്കാൻ ശ്രമിക്കുക. സെൻസർ ബോർഡിൻ്റെ പങ്ക് ശക്തമാക്കുക. അതായത് ലഹരിയെ അധികമായി സപ്പോർട്ട് ചെയ്യുന്ന സിനിമകൾ പരമാവധി സെൻസർ കൊടുക്കാതിരിക്കുക. ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന അതിര് കടക്കുന്ന രംഗങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഹരി പ്രമേയങ്ങൾ കുറയ്ക്കാൻ നിർമ്മാതാക്കളും സംവിധായകരും പരമാവധി ശ്രമിക്കുക. സിനിമ എന്നത് ഒരു മനുഷ്യനിൽ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു മാധ്യമമാണ്. സോ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക.